ഹായ്, ദ മാസ്റ്റർ കീ സിസ്റ്റത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മുടെ ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും കുറിച്ച് വളരെ സുപ്രധാനമായ ചില അറിവുകളാണ് പങ്കുവയ്ക്കുന്നത്. ഈ വിഷയം നമ്മൾ മുമ്പ് ചില വീഡിയോകളിൽ കുറച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ദ മാസ്റ്റർ കീ സിസ്റ്റത്തിൻ്റെ ഒരു പാഠഭാഗം എന്ന നിലയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി ഒന്ന് നോക്കാം. മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ രണ്ട് സമാന്തര രീതിയിലാണ് നടക്കുന്നത്. ഒന്നും ബോധമനസ്സിലൂടെയും മറ്റൊന്ന് ഉപബോധ മനസ്സിലൂടെയും. ബോധമനസ്സിനെ ഒരു കൃഷിക്കാരനോട് ഉപമിച്ചാൽ ഉപബോധ മനസ്സ് ഒരു കൃഷിയിടമാണ്. ബോധമനസ്സ് ഏത് ടൈപ്പ് വിത്ത് വിതച്ചാലും ഉപബോധ മനസ്സ് അത് അതുപോലെ സ്വീകരിച്ച് കൃത്യതയോടെ കണിശതയോടെ വിളയിച്ച് ഫലമാക്കി നമ്മുടെ ജീവിതമാകുന്ന മടിത്തട്ടിലേക്ക് ഇട്ടുതരും. നമ്മിലെ അന്തർലീനമായ കഴിവുകളുടെ സ്ഥാനവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ആ കഴിവുകൾ പുറത്തെടുത്ത് തന്നെയാണ് ഷേക്സ്പിയറും ബിഥോവനും റാഫേലുമെല്ലാം മഹത്തായ കലാസൃഷ്ടികൾ നടത്തിയിട്ടുള്ളത്. ഈ പുസ്തകം 100 വർഷത്തിലേറെ പഴക്കമുള്ളതുകൊണ്ട് സ്വാഭാവികമായും അതിനു മുമ്പ് ജീവിച്ചിരുന്ന കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും വ്യക്തിത്വങ്ങളെയുമൊക്കെയാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. പലരും കരുതുന്നത് നമ്മുടെ ബോധമനസ്സിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ്. സത്യത്തിൽ ചെറിയൊരു ശതമാനം സ്വാധീനം മാത്രമേ നമ്മുടെ ബോധമനസ്സിനുള്ളൂ. ഉപബോധ മനസ്സാണ് നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന പല പ്രക്രിയകളും നയിക്കുന്നത്. നമ്മൾ അമ്മയുടെ വയറ്റിൽ ഭ്രൂണമായി ജനിക്കുന്നത് തൊട്ട് മരണം വരെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുതൽ നമ്മുടെ ഹൃദയമിടിപ്പും രക്തയോട്ടം തുടങ്ങി സകല അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അനസ്യൂയം തുടരുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ബോധമനസ്സുറങ്ങും, ഉപബോധ മനസ്സുറങ്ങില്ല. നമ്മുടെ ഓർമ്മകളും ശീലങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കലവറയും നമ്മുടെ ഉപബോധ മനസ്സാണ്. നമ്മുടെ ശീലങ്ങളെക്കുറിച്ച് നമ്മുടെ ഉപബോധ മനസ്സിന് നല്ല ധാരണ ഉള്ളത് കൊണ്ടാണ് അത് ശീലങ്ങളുടെ ബേസിൽ നമ്മുടെ കംഫർട്ട് സോൺ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ എപ്പോഴും ഉയർന്ന ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് ശീലങ്ങൾ മാറ്റി കംഫർട്ട് സോൺ എക്സ്പാൻഡ് ചെയ്ത് മുന്നേറണമെന്ന് പറയുവാൻ കാരണം. നമ്മുടെ ബോധമനസ്സിലൂടെ നിരന്തരം കൊടുക്കുന്ന ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഫലമായാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ ഹാബിറ്റുകളുടെ പാറ്റേൺ രൂപപ്പെടുന്നത്. അങ്ങനെയുള്ള നിരവധി ശീലങ്ങൾ കൂടിച്ചേർന്നാണ് നമ്മുടെ ദൈനംദിന ജീവിതം തന്നെയും രൂപപ്പെടുന്നത്. പുതുതായി ഒരു കാര്യം പഠിക്കുമ്പോഴും കഴിവുകൾ നേടുമ്പോഴും നാം ബോധപൂർവം സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് പഠിപ്പിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് ഏറ്റെടുത്തുകൊള്ളും. ഉദാഹരണത്തിന് ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, ആദ്യമൊക്കെ അമിതമായ ശ്രദ്ധയോടെ പേടിച്ചും ടെൻഷനടിച്ചും വിയർത്തുമൊക്കെയാണ് ഓടിക്കുന്നത്. ഇത് സബ് കോൺഷ്യസ് മൈൻഡിന് കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്ന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതിന് സംഭവം മനസ്സിലാവുകയും അത് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ പ്രക്രിയ സ്വയം ഏറ്റെടുക്കുവാനും തുടങ്ങും. അങ്ങനെയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡ്രൈവിംഗ് ഈസിയായി തോന്നുന്നതും വണ്ടി ഓടിക്കുമ്പോൾ കൂടെയുള്ളവരുമായി സംസാരത്തിൽ ഏർപ്പെടുവാനും പാട്ടുകൾ ആസ്വദിക്കുവാനും ഒക്കെ സാധിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്തെ അതേ ടെൻഷനിലും തത്രപ്പാടിലും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെയാകും നാം എമ്പാടും കാണുക. നമ്മുടെ ജീവിതത്തിൽ 95% പ്രവർത്തനങ്ങളും ഇതുപോലെ സബ് കോൺഷ്യസ് മൈൻഡ് ശീലിച്ച ശീലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈസിയായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ബോധമനസ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് ആരെങ്കിലും കരുതുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചിമ്മിനി വിളക്കിൻ്റെ പ്രകാശത്തിൽ പ്രപഞ്ചം മുഴുവൻ പ്രകാശിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെയാണെന്ന് ചാൾസ് ഹാനൽ രസകരമായൊരു കോട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നമ്മുടെ ബോധമനസ്സിലൂടെ നിരന്തരം കൊടുക്കുന്ന ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഫലമാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ ഹാബിറ്റുകളുടെ പാറ്റേൺ രൂപപ്പെടുന്നതിന് കാരണമായി മാറുന്നത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഇതുപോലെ നമ്മുടെ ബോധമനസ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന എന്തും ഇതുപോലെ പഠിച്ചെടുത്ത് ശീലമാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നതാണ് ഉപബോധ മനസ്സിൻ്റെ ധർമ്മം. അതുതന്നെയാണ് അതിൻ്റെ ഗുണവും ദോഷവും. കാരണം ബോധമനസ്സ് പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ അകംലോകത്ത് ഉപബോധ മനസ്സിന് നൽകിക്കഴിഞ്ഞാൽ അത് പിന്നെ മുൻപിൻ നോക്കാതെ സ്വീകരിച്ച് അത് ജീവിതത്തിൽ നടപ്പിലാക്കുവാനുള്ള നടപടികൾ തുടങ്ങും. അത് നന്മയായാലും ശരി തിന്മയായാലും ശരി. കാരണം ഉപബോധ മനസ്സ് ഒരു കൃഷിയിടം മാത്രമാണ്. അതിൽ വീഴുന്ന വിത്തുകൾ ഏതായാലും അത് അതുപോലെ സ്വീകരിച്ച് വളർത്തി വലുതാക്കാനേ അതിന് കഴിയൂ. അത് വളർന്നു വന്നാൽ അത് ഭക്ഷ്യയോഗ്യമായ ഫലമാണോ അതോ വിഷക്കായയാണോ തരിക എന്ന് തിരിച്ചറിയാനുള്ള എബിലിറ്റി ഉപബോധ മനസ്സിനില്ല. എന്നാൽ ബോധമനസ്സ് അങ്ങനെയല്ല. ഇറ്റ് ഹാസ് ദ ഫാക്കൽറ്റി ഓഫ് ഡിസ്ക്രിമിനേഷൻ. നല്ലതാണോ മോശമാണോ എന്ന് വിവേചിച്ചറിയുവാനുള്ള സാമർഥ്യം അതിനുണ്ട്. യുക്തിയോടെ ചിന്തിക്കുവാനുള്ള ശക്തിയുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. അതാണ് നിങ്ങളെ ഈ വീഡിയോ കാണാനും കേൾക്കാനും സഹായിക്കുന്ന ബോധമനസ്സ്. നിങ്ങൾക്കിത് കഴിഞ്ഞിട്ട് ഏത് വീഡിയോ കാണണമെന്നുള്ള വിവേചന ശക്തിയുണ്ട്. അത് കാണണോ കാണണ്ടേ എന്ന് തീരുമാനിക്കുവാനുള്ള യുക്തിബോധമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്ന മേൽപ്പറഞ്ഞ യുക്തിബോധമൊന്നുമില്ലാത്ത അനുസരണശീലം മാത്രമുള്ള നമ്മുടെ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു റൂളറാണ് നമ്മുടെ ബോധമനസ്സ് എന്ന് പറയുവാൻ കാരണം.
ഫലപുഷ്ടമായ ഉപബോധ മനസ്സ് എന്ന കൃഷിയിടത്തിലേക്ക് ഏത് ടൈപ്പ് വിത്ത് വീഴണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബോധമനസ്സാണ്. അത് വിചാരിച്ചാൽ അവിടെ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കളകളും പാഴ്ചെടികളും വളർന്ന് കാട് കയറിയ ഒരു പ്രദേശമാക്കി മാറ്റാം. പ്രോപ്പറായി ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഷ്യസ് മൈൻഡിന് ജാഗ്രത കുറവുണ്ടാവുകയും അത് മോശം വിത്തുകൾ വിതറുകയും ഉപബോധ മനസ്സ് മോശം ചെടികളുടെ വിളനിലമായി മാറുകയും ചെയ്യും. ജീവിതത്തിലെ അനാവശ്യ ഭയം, ഉത്കണ്ഠ, ദാരിദ്ര്യം, രോഗങ്ങൾ, ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകൾ, മറ്റ് ബുദ്ധിമുട്ടുകൾക്കെല്ലാം കാരണം ബോധമനസ്സിൻ്റെ ഈ ജാഗ്രത കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഷ്യസ് മൈൻഡിന് പ്രോപ്പറായി ട്രെയിനിങ് കൊടുത്ത് വിജിലൻ്റാക്കി നമ്മുടെ ഉപബോധ മനസ്സ് എന്ന സാമ്രാജ്യത്തിൻ്റെ വാച്ച്മാൻ ഓഫ് ദ ഗേറ്റ് ആക്കി നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് ദ മാസ്റ്റർ കീ സിസ്റ്റം 2ാം ചാപ്റ്റർ ഊന്നി പറയുന്നത്. ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയം കാവൽ ജോലി നിർവഹിക്കുക എന്നതാണ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഡ്യൂട്ടി. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ കാവൽക്കാരൻ നിസ്സഹായനായി പോകാറുണ്ട്. നമ്മുടെ ഉള്ളിൽ വല്ലാതെ വെറുപ്പുണ്ടാകുമ്പോൾ, ഉഗ്രമായ കോപമുണ്ടാകുമ്പോൾ, അനിയന്ത്രിതമായ വികാര വിക്ഷോഭങ്ങളുണ്ടാകുമ്പോൾ, അമിതമായി ഭയപ്പെടുമ്പോൾ, അത്തരം വികാരങ്ങളിൽ നിന്നുള്ള സജഷൻസ്, നിർദ്ദേശങ്ങൾ, ഭയത്തിൻ്റേതായ, വെറുപ്പിൻ്റേതായ, സ്വാർത്ഥതയുടേതായ, അത്യാഗ്രഹത്തിൻ്റേതായ, സ്വന്തം മൂല്യത്തകർച്ചയുടേതായ നിർദ്ദേശങ്ങൾ ബോധമനസ്സ് എന്ന കാവൽക്കാരനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതിയും. ഫലമോ ശോചനീയമായ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കും ജീവിതത്തിൽ കിട്ടുക. പക്ഷേ അത് മനസ്സിലാക്കാതെ ആ റിസൾട്ടുകളുടെ ബേസിൽ അതിൽ നിന്ന് പുതിയ വികാര വിക്ഷോഭങ്ങൾ സൃഷ്ടിക്കും. ഇതേ പ്രക്രിയ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അതിനെന്താണ് ഒരു പരിഹാരം? ഉപബോധ മനസ്സിലേക്ക് ഒരു നിർദ്ദേശം ലഭിക്കുമ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിയാനോ, തെറ്റാണെങ്കിൽ അതിനെതിരെ ആർഗ്യൂ ചെയ്യാനോ ഉള്ള കഴിവ് അതിനില്ല എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ജീവിതം നിലവിൽ തൃപ്തികരമല്ല എന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ മൂലം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുത്ത തെറ്റായ സജഷൻസ്, നിർദ്ദേശങ്ങൾ മൂലമാണെന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് കൗണ്ടർ സജഷൻസ് അഥവാ പോസിറ്റീവ് അഫർമേഷൻസ്. മനഃപൂർവ്വമായി ആവർത്തിച്ച് കൃത്യമായി ചൊല്ലുന്ന അഫർമേഷൻസ് ക്രമേണ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും അവ പുതിയ ചിന്താരീതികളും ശീലങ്ങളുമായി രൂപപ്പെട്ട് നമുക്ക് തൃപ്തികരമായ ഒരു ജീവിതമാക്കി തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഉപബോധ മനസ്സിനെക്കുറിച്ച് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് നമുക്ക് നേടേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ അതിന് നൽകിക്കൊണ്ടിരുന്നാൽ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഏകോപനം അത് നടത്തുകയും അത് നമ്മെ സർവശക്തനായ പ്രപഞ്ചശക്തിയുമായി കണക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത്. ഉദാഹരണമായി ഈ പുസ്തകത്തിൽ പറയുന്നത്, ഇപ്പോൾ ഒരാൾ ടഫാണെന്ന് വിചാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ ബിസിനസ്സിലെ ഒരു കോംപ്ലിക്കേഷനായ ഒരു പ്രശ്നം പരിഹരിക്കുവാനോ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അത് നമുക്ക് അനുകൂലമായി ശുഭമായി പര്യവസാനിക്കുന്നതായ വ്യക്തമായ നിർദ്ദേശങ്ങൾ മനസ്സിൽ നൽകിയിട്ട് പുറപ്പെട്ടാൽ അവയ്ക്കെല്ലാമുള്ള സൊല്യൂഷൻസ് ഹാർമോണിയസായി നമുക്ക് ലഭിക്കുന്നതായി നമുക്ക് മനസ്സിലാകും. ഉപബോധ മനസ്സിൻ്റെ കഴിവിൽ വിശ്വസിക്കുവാൻ ശീലിക്കുന്നവർക്ക് ജീവിതത്തിലെ അനന്തമായ സാധ്യതകളുടെ നിയന്ത്രണം ലഭിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും ഓർക്കേണ്ടത്, ചിന്തകൾക്കെല്ലാം ശക്തി ഉണ്ടെങ്കിലും നമ്മൾ വെറുതെ ചിന്തിച്ച് കളയുന്നതും ബോധപൂർവം ചിന്തകളെ ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് നിരന്തരമായി ഡയറക്റ്റ് ചെയ്ത് പതിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. അതിലൂടെ നാം നമ്മുടെ മനസ്സിനെ യൂണിവേഴ്സൽ മൈൻഡുമായി കണക്റ്റ് ചെയ്യുകയും അതിൻ്റെ അനന്തശക്തിയിലേക്ക് ട്യൂൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആ ലക്ഷ്യത്തിനെ നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് കാരണമായി മാറുന്നു. ഇതൊരു പ്രകൃതി നിയമമാണ്. ഈ നിയമത്തെയാണ് ദി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2ാം ചാപ്റ്റർ അവസാനിക്കുന്നത്. ഇനി ഈ ആഴ്ചയിലെ എക്സർസൈസ് നോക്കാം. കഴിഞ്ഞ ആഴ്ച ബോഡിയെ നിയന്ത്രിക്കുന്നതിനുള്ള എക്സർസൈസാണ് പറഞ്ഞത്. ഇനി കുറച്ചുകൂടി അഡ്വാൻസായ എക്സർസൈസാണ്. കഴിഞ്ഞ ആഴ്ചയിലെ അതേ സംവിധാനം തന്നെയാണ്. അതേ റൂം, അതേ ചെയർ, അതേ നിശ്ചലമായ ശരീരാവസ്ഥയിലേക്ക് വരിക. കഴിഞ്ഞ ആഴ്ച നമുക്ക് നമ്മുടെ ചിന്തകളെ മനസ്സിൽ യഥേഷ്ടം കടന്നു വരുവാനും പോകുവാനുമുള്ള അനുവാദമുണ്ടായിരുന്നു. ഈ ആഴ്ച അതില്ല. ഈ ആഴ്ച ചെയ്യേണ്ടത് അതേ അവസ്ഥയെ തുടർന്നുകൊണ്ട് ചിന്തകളെ പൂർണ്ണമായും തടയുക എന്നതാണ്. ശ്വാസത്തിലോ മറ്റോ ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെയും ചിന്തകൾ കടന്നു വരുന്നത് വിലക്കുക. നമുക്കറിയാം ഏതാനും നിമിഷങ്ങളെ നമുക്കതിന് സാധിക്കുകയുള്ളൂ എന്ന്. പക്ഷേ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആ ഏതാനും നിമിഷങ്ങളുടെ എണ്ണം കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. ശരീരത്തിൻ്റെ അനക്കമില്ലായ്മ ശീലിച്ച നമുക്ക്
തീർച്ചയായും ഗ്രാജുവലി മനസ്സിൻ്റെ അനക്കമില്ലായ്മയും സ്വായത്തമാക്കുവാൻ പറ്റും. അതിൽ മാസ്റ്ററി നേടിക്കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് എന്ന ഗേറ്റ് വാച്ച്മാൻ കൂടുതൽ കരുത്താർജിക്കും. ഇതിലൂടെ കൂടുതൽ ട്രെയിൻഡാകും. മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്ന അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കുവാൻ പറ്റും. ഉള്ളിൽ വല്ലാത്ത ശാന്തതയും തണുപ്പും ഫീൽ ചെയ്തു തുടങ്ങും. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി തുടങ്ങും. ഇച്ഛാശക്തിയോടെ തുടരുക. തുടർന്നുള്ള എക്സർസൈസ് അടുത്ത ആഴ്ച നൽകാം. എവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു എവരിവൺ. താങ്ക് യു.